എന്തൊക്കെയാണോ നമ്മുടെ കൊച്ചു കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 1.5 വയസ്സുള്ള കുഞ്ഞിനെ 91 മുറിവുകൾ ഏൽപ്പിച്ച് കൊല്ലുന്നു. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ജനലി വഴി പുറത്തെറിയുന്നു. 16 വയസ്സുള്ള പെൺകുട്ടിയെ 25 വയസ്സുള്ള യുവതി പീഡിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അതാ ഫൈനലി തൊപ്പിയും ഗ്യാങ്ങും ഏത് നിമിഷവും അകത്താവും എന്നുള്ള തരത്തിൽ അന്വേഷണത്തിന് DGP ഉത്തരവിട്ടിരിക്കുന്നു. ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി MRC തൊപ്പി നമുക്കറിയാവുന്നത് ലൈവ് സ്ട്രീമുകളിലൂടെ ഒരു സുപ്രഭാതത്തിൽ കൂണുപോലെ മുളച്ച് വളർന്ന് കുട്ടികളുടെ മനസ്സിൽ, കൊച്ചു കുട്ടികളുടെ എസ്പെഷ്യലി 12നും 18നും ഇടയിലുള്ള കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്ന് ഇടം നേടിയ ഒരു വ്യക്തിയാണ് തൊപ്പി എന്ന് പറയുന്നത്. ഈ തൊപ്പി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് ഓഫ് എതിർപ്പുകൾ വരും. നമുക്ക് ഒരു കുറേ വിമർശനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഇതെല്ലാം വരുന്നത് വലിയ വലിയ ഐഡികളിൽ നിന്നാണ്. പക്ഷേ ഈ ഐഡി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഈ വലിയ ആളുകളുടെ കുട്ടികളാണ്. മനസ്സിലായില്ലേ? മാതാപിതാക്കൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തിട്ട് അവരതെന്ത് ചെയ്യുന്നു എന്ന് നോക്കാത്ത ഇടത്താണ് തൊപ്പിയെ പോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ മുളച്ചു വരുന്നത്. ഇനി തൊപ്പിയുടെ ഇഷ്യൂ എന്താണെന്നറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ലൈവ് സ്ട്രീമിങ്ങുകളിലൂടെ കുട്ടികളുടെ മനസ്സിൽ ഇടം നേടിയ MRC തൊപ്പിക്ക് ഒരു ഗ്യാങ് ഉണ്ട്. ഈ ഗ്യാങ്ങിൽ നടക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയൽ എന്ന് കേട്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികളെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിച്ചു എന്ന് പറഞ്ഞൊരു ഇറങ്ങിയൊരു വിദേശ ഫയൽ, എപ്സ്റ്റീൻ ഫയൽ പോലെ തൊപ്പി ഫയൽ ഇപ്പോൾ റിവീലായിരിക്കുകയാണ്. തൊപ്പിയുടെയും ഗ്യാങ്ങിൻ്റെയും വിനോദം എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നു, ലഹരി പബ്ലിക്കിനെ കാണിക്കുക, ഈ ലഹരി വസ്തുക്കൾ കടത്തുന്നു എന്നുള്ള രീതിയിലുള്ള തൊപ്പിക്ക് കൂടെ നിന്ന് ആ തൊപ്പിയുടെ ഗ്യാങ് ഉണ്ടല്ലോ കുറച്ച് കുട്ടികൾ, അവർ തന്നെ മാറി നിന്ന് തൊപ്പിയെക്കുറിച്ച് തൊപ്പി വളരെ മോശമാണെന്നും തൊപ്പി ലഹരി കടത്തുന്നുണ്ടെന്നും മൈനറായിട്ടുള്ള പെൺകുട്ടികളെ 10ഓ 17ഓ വയസ്സുള്ള കുട്ടികളെ അവിടെ എത്തിച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സെക്ഷുവലി യൂസ് ചെയ്യാറുണ്ടെന്നും ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയും വാർത്തകൾ തൊപ്പിക്കെതിരായിട്ട് വന്നിട്ടും തൊപ്പിയെ അനുകൂലിച്ചുകൊണ്ട് എന്നെയൊക്കെ പച്ചത്തെറി വിളിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തൊപ്പി ഫാൻസ് എത്ര അപകടകാരികളാണെന്ന്. ഇവിടെ കുട്ടികളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കൊറോണ സമയത്ത് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഇത് വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കുട്ടികൾക്ക് ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത്. ആ സമയത്താണ് ഈ തൊപ്പിയെ പോലുള്ള ആളുകൾ ലൈവ് സ്ട്രീമിംഗ് വഴി വന്നത്. കുട്ടികൾ എങ്ങനെ ഇതിൽ ആകൃഷ്ടരായി? തൊപ്പി പറയുന്ന തെറികൾ അവർക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നുന്നു. അതായത് വായിൽ നിന്ന് വീഴുന്ന അശ്ലീലങ്ങൾ, വൃത്തികേടുകൾ, ഇതൊക്കെ കുട്ടികൾ നോർമലായിട്ട് കാണുന്നു, നോർമലൈസ് ചെയ്യുന്നു. തെറി വിളിക്കുന്നത് എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നു. കുട്ടികൾ മാതാപിതാക്കളെ എതിർക്കുന്നതും അധ്യാപകരെ എതിർക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും ഈ തൊപ്പി ആൻഡ് ടീംസ് നോർമലൈസ് ചെയ്ത് മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതിലെ അപകടം എന്താണെന്ന് പല രക്ഷകർത്താക്കൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളെ ചീത്ത വിളിക്കുക, മാതാപിതാക്കളെ എതിർക്കുക, ധിക്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, പിന്നെ അധ്യാപകരെ എതിർക്കുക എന്നുള്ളത് കുട്ടികൾ നോർമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ? മക്കൾ നമ്മുടെ കൺട്രോളിലല്ലാതെ പോകും. നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് നമ്മുടെ തലമണ്ട അടിച്ച് പൊളന്നിടുന്ന രീതിയിൽ നമ്മുടെ മക്കളാവും. മനസ്സിലായില്ലേ? ടോക്സിക് ആയിട്ടുള്ള മാതാപിതാക്കളെ മക്കളെ എതിർക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിലൊരു ന്യായമുണ്ട്. പക്ഷേ ഈ തൊപ്പിയും ഗ്യാങ്ങും എന്ന് പറയുന്നത് ഇവർക്ക് ലോകത്തോട് മൊത്തം എതിർപ്പാണ്. ലോകത്തുള്ള സകല കാര്യങ്ങളോടും എതിർപ്പാണ്. കള്ള് കുടിക്കുക, ലഹരി ഉപയോഗിക്കുക, മാതാപിതാക്കളെ ധിക്കരിക്കുക, സൊസൈറ്റിക്ക് തലവേദന ഉണ്ടാക്കുക, ഇമാതിരി കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്യാങ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, അതും ആ ഗ്യാങ്ങിൻ്റെ ഫേസ് റിവീലായത് ഈ 18ന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഞാൻ പൊതുസമൂഹത്തോട്, സൊസൈറ്റിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 10ഉം 17ഉം വയസ്സായ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നില്ലേ? നിങ്ങൾ തിരക്കി പോകുന്നില്ലേ? ഞാൻ അത്രയ്ക്ക് ഫ്രീഡം മക്കൾക്ക്, അതായത് 18 വയസ്സിന് താഴെയുള്ള മൈനറായിട്ടുള്ള കുട്ടികളെയാണ്, അത്രയ്ക്ക് ഫ്രീഡം മക്കൾക്ക്, 17 വയസ്സായ കുട്ടികൾ എവിടെ വേണോ പോകുന്ന തരത്തിലുള്ള ഫ്രീഡം മാതാപിതാക്കൾ ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീഡം കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക്. അവർ ഓൾറെഡി ഫ്രീഡം ആയി കഴിഞ്ഞു. ഗവൺമെൻറ് അനുവദിക്കുന്ന ഫ്രീഡം തന്നെ അവർക്കുണ്ട്. എങ്കിലും നമ്മുടെ മക്കൾ നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുമോ? അപ്പോൾ ഈ തൊപ്പി എന്ന് പറയുന്ന ആളുടെ ഗ്യാങ്ങിൽ ചെറിയ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വീഡിയോ, ഓഡിയോ സഹിതം പുറത്തായിട്ടും എന്തുകൊണ്ട് പോലീസുകാർ ഒരു വലിയ
രീതിയിലുള്ള ഒരു അന്വേഷണം ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഗ്യാങ്ങിനെ പൂട്ടുന്ന തരത്തിൽ നടത്തിയേ പറ്റൂ. കാരണം നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുഞ്ഞു മക്കളെ നശിക്കാൻ വിട്ടുകൊടുക്കാൻ. നമ്മുടെ കുട്ടികൾ ഒരു 12 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 16 വയസ്സ് വരെ വളർന്നാൽ മതിയോ? അതിനപ്പുറത്തോട്ട് അവർ ലോകം കാണണ്ടേ? അതിനപ്പുറത്തോട്ട് അവർക്ക് ജീവിതമില്ലേ? നമ്മുടെ കുട്ടികളുടെ ലൈഫ് മുരടിച്ച് പോകണമെന്നാണോ പാരൻസ് ആഗ്രഹിക്കുന്നത്? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ, TV യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ സെർച്ച് ഹിസ്റ്ററി, അവരുടെ വാച്ച് ഹിസ്റ്ററി ഒന്ന് സെർച്ച് ചെയ്യാനുള്ള തരത്തിലെങ്കിലും നിങ്ങൾ ഒരു ഇത് കാണിക്കണം. നമുക്ക് തിരക്കാം, എന്തിനും ഏതിനും തിരക്കാം. അവസാനം മക്കൾ കൈവിട്ട് പോകുമ്പോഴും ഈ തിരക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 17 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ ഹോസ്റ്റലിൽ നിന്നാണ് ചാടിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ഹോസ്റ്റലുകൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഹോസ്റ്റലുകാർ CCTV ഒന്നും വെച്ചിട്ടില്ലേ? അങ്ങനെ പലതരത്തിലുള്ള ഉത്തരവില്ലാത്ത ചോദ്യങ്ങളുണ്ട്. 17 വയസ്സായ ഒരു കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചിട്ട് 3-4 ദിവസം വെച്ച് യൂസ് ചെയ്യുകയാണ് കുട്ടികൾ, അതും ഡ്രഗ്സ് കുത്തിവെച്ചിട്ട്. ഇതെന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണോ അതോ വല്ല അധോലോകമാണോ? നമ്മൾ എവിടെയാ? വല്ല ധാരാവിയിലോ മറ്റോ ആണോ നമ്മൾ? നമ്മുടെ കേരളത്തിലായി സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഞെട്ടലും പേടിയും സങ്കടവും തോന്നുന്നില്ലേ? ഈ തൊപ്പി എന്ന് പറയുന്ന പയ്യൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞ് അവൻ വന്ന് വാദിക്കുന്നുണ്ട്. പക്ഷേ കൂടെ നിന്ന കുട്ടികളെല്ലാം വന്ന് പറയുന്നുണ്ട് ഈ തൊപ്പി ആണ് ഇതെല്ലാ വൃത്തികേടുകളും അവരെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന്. സ്വന്തം രക്ഷകർത്താക്കൾക്ക് കണ്ടുകൂടാ ഈ തൊപ്പി എന്ന് പറയുന്ന പയ്യനെ? എന്തുകൊണ്ടാണ്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇത്രയും നാൾ നമ്മൾ അറിയാതെങ്കിലും ആ പയ്യൻ്റെ രക്ഷകർത്താക്കളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് രക്ഷകർത്താക്കൾക്ക് കണ്ടുകൂടാത്തത്? ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവരുടെ ബൂബ്സിനെ നോക്കി, അവരുടെ ബ്രസ്റ്റിനെ നോക്കിയിട്ട് തൊപ്പി പറഞ്ഞൊരു കാര്യം നമ്മുടെ ഹെൽനോസ് പാട്ട, നമ്മുടെ പാട്ട കുഞ്ഞത് പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തും പബ്ലിക്കിൽ വിളിച്ചു പറയുന്ന ധൈര്യമുള്ള പെൺകുട്ടിയാണ് സ്പാട്ട. അപ്പോൾ ഈ കാര്യത്തിലും സ്പാട്ട ആ ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. തൊപ്പി നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം അപകടകാരിയാണെന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തട്ടെ അങ്ങനത്തെ ഒരു സാധനം ആരെ വെച്ച് വേണമെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ? അജ്മൽ അമീർ മുമ്പ് ഒരു ഓഡിയോ പുറത്തായ സമയത്ത് AI ആണെന്ന് പറഞ്ഞ് വന്ന് മെഴുകിയിട്ടുണ്ടായിരുന്നു തൊപ്പി. കുറച്ചുകൂടെ വിശ്വസിക്കുന്ന തരത്തിൽ പറ. കുഞ്ഞു പിള്ളേരോടാണ്, തൊപ്പി ഫാൻസ് ഇല്ലേ കുഞ്ഞു പിള്ളേരെ, നിങ്ങളോടാണ് ട്ടാ. നിങ്ങളെ തൊപ്പിച്ചേട്ടനെല്ലാം എല്ലാം തെളിയിക്കും. തൊപ്പിച്ചേട്ടൻ തെളിയിച്ച ഒരു സാധനം അയച്ച് കാണിച്ചു തരട്ടെ മക്കൾക്ക്. സപ്ലൈ ഇറങ്ങിയിട്ടുണ്ട്. ആ ക്യാപ്പ് എടുത്ത് ശരത്തിനെ വന്ന് വീഡിയോ കണ്ടു തൊപ്പി നിഹാദെ, വീഡിയോ കണ്ടു. ഇത് ഞങ്ങൾ വിശ്വസിക്കട്ടെ? ഇതും AI ആണോ? തൊപ്പിന്റെ കാറിൽ ഇരുന്ന് എടുത്ത വീഡിയോ, തൊപ്പി വൈക്കേ കൂടെ പിന്നെ സ്ത്രീകൾ നടന്നു പോകുന്ന സമയത്ത് നോക്കി വെച്ചോ. ബ്രസ്റ്റിന്റെ സൈസ്, ബ്രസ്റ്റ് എങ്ങനെയാണ്, ബ്രസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. റൂമിലെത്തി നമുക്ക് വാണം വിടാനുള്ളതാണ് എന്നൊക്കെ. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിഹാദെ? എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? അയ്യോ, സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് ചെയ്തതിന് മമ്മൂന്റെ മുഖത്ത് ചവിട്ടിയാണോ നിന്റെ ആടെ ചവിട്ടണ്ടേ? എടാ, വൈക്കേ പോകുന്ന പെമ്പിള്ളറാവട്ടെ, സ്ത്രീകളാവട്ടെ, പെൺകുട്ടികളാവട്ടെ, നിന്റെ ആടെ ചവിട്ടണ്ടേ ഞങ്ങള്? ഈ പറഞ്ഞേന് നീ ഓ വലിയ ഇളക്കി ഏയാന്നടാ. അടാ ഏയാന്നടാ, അല്ല നിങ്ങളെ എന്നാടാ വിശ്വസിക്കുന്നീ? കൊറേ ആള് ഒന്ന് സങ്കടം, തൊപ്പിക്ക് സങ്കടായി. കൊറേ ആളത് വിശ്വസിച്ചിട്ട്. എടാ, ഏതൊരാൾക്കും മനസ്സിലാവും അത് ഏയും ചൊപ്പയൊന്നും അല്ലാന്ന്. മനസ്സിലായില്ലേ? ഇന്റെ വോയിസ് തന്നെയാന്ന് എല്ലാവർക്കും മനസ്സിലാവും. അവിടെ നീ കൂടുതൽ ഇവിടെ തൊപ്പിയുടെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ തൊപ്പി ഫാൻസ് കുഞ്ഞു പിള്ളേരാ, 12-നും 18-നും ഇടയിലുള്ള കുഞ്ഞു പിള്ളേരാ. ഒന്ന് ചിന്തിക്കണം, നമ്മുടെ മക്കളുടെ ഭാവി എങ്ങോട്ടാന്ന്. കുട്ടികൾ ഇന്ന് നമ്മൾ കേൾക്കുന്നില്ലേ, രക്ഷകർത്താക്കളെ കുട്ടികൾ തിരിച്ച് കൈവയ്ക്കുന്നു. പിന്നെ അധ്യാപകരെ വിരട്ടുന്നിടാം, നീ പുറത്തോട്ട് വേണം, നിന്നെ ശരിയാക്കി തരാമെന്നുള്ള തരത്തിൽ അധ്യാപകരെ വിരട്ടുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ പരസ്പരം വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഷാബാസ് എന്ന് പറഞ്ഞൊരു പയ്യനെ തല്ലിക്കൊന്നു. ഇതൊക്കെ എങ്ങനെയാ ഇൻസ്പയർഡ് ആകുന്നത്? ഏതെന്നാ ഇൻസ്പയർഡ് ആകുന്നത്? ഇതുപോലുള്ള ലൈവ് സ്ട്രീമുകൾ
മാതാപിതാക്കളെയും രക്ഷകർത്താക്കളെയും അധ്യാപകരെയൊക്കെ പുല്ല് പോലെ കാണണമെന്നുള്ള ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ ലൈവ് സ്ട്രീം വഴി നമ്മുടെ ഒരു സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും നശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ പാരൻസ് മാത്രമാണ്. എൻ്റെ 2 മക്കൾക്കും തൊപ്പി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അവർക്ക് തലേ വയ്ക്കുന്ന തൊപ്പി മാത്രമേ അറിയാവൂ. അതിൽ അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു. ചില പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, തൊപ്പിയെ കാണാൻ ആകാംക്ഷയോടെ മക്കൾ പോകുമ്പോൾ മക്കൾക്കൊപ്പം അയ്യോ എൻ്റെ മോൻ ഫാനായിട്ടുള്ള ആരാധ്യ പുരുഷൻ ഇതാ വരുന്നേ. അമ്മ, നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ സൈസ് നോക്കുന്ന ആളാണ് തൊപ്പി. മനസ്സിലായില്ലേ? നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ, നിങ്ങളുടെ ബൂബ്സിൻ്റെ സൈസ് നോക്കുന്ന ആളാണ് തൊപ്പി. എന്നിട്ട് അത് ഓർത്തിട്ട് റൂമിൽ പോയിട്ട് മാസ്ട്രബേഷൻ ചെയ്യുന്ന ആളാണ് തൊപ്പി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ മകൻ നാളെ ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ആ സ്ത്രീയുടെ ബ്രസ്റ്റ് സൈസ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തുമാത്രം ഒരമ്മയെന്നുള്ള രീതിയിൽ, തൊപ്പി ഫാൻസ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരോടാണ് ഞാൻ പറയുന്നത്, എങ്ങനെ എന്തുമാത്രം നിങ്ങൾ തളരും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സ്വന്തം അമ്മയെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരുത്തൻ പുറത്തിറങ്ങി ഒരു സ്ത്രീകളെയും റെസ്പെക്റ്റ് ചെയ്യില്ല. സ്വന്തം അമ്മയുടെ നെഞ്ചിൽ നിന്ന് പാല് കുടിച്ച് വളർന്നൊരു ചെറുക്കൻ വേറൊരു സ്ത്രീയുടെ മാറ് വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കില്ല. അപ്പോൾ ചിന്തിക്കുക, തൊപ്പിയെപ്പോലെ ഒരാളുടെ ഫാനായിട്ട് നമ്മുടെ മക്കൾ വളരണോ? നിങ്ങൾ ഇന്ന് തൊപ്പിയെ ഒന്ന് എതിർക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനോട് നിങ്ങൾ തൊപ്പിയെക്കുറിച്ചൊരു കുറ്റം പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ കുട്ടി തൊപ്പിയിൽ എത്ര മാത്രം അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് സൊസൈറ്റിക്ക് വളരെ അധികം അപകടം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു പിള്ളേരെ, നമ്മുടെ കുഞ്ഞു മക്കളെ ഇതുപോലുള്ളവന്മാരിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടൊന്നും ചെയ്യാതെ അവർ ലോകം കണ്ട് വളരുന്ന രീതിയിൽ അവർ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പീക്ക് ലെവലിലല്ലേ ഇപ്പം നമ്മൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ തൊപ്പി നോർമലൈസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ തെറ്റാണെന്ന് നമ്മൾ രക്ഷകർത്താക്കൾ നമ്മുടെ മക്കൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമ്മൾ ഓരോ പാരൻസിനും ഉണ്ട്. ഈ തൊപ്പി എന്ന് പറയുന്ന ടീം ചെയ്തത് ലഹരി, നമ്മൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമയാകുന്നത് നമുക്ക് സഹിക്കുമോ? അതിനൊന്ന് ഇതായിക്കഴിഞ്ഞ് നമ്മുടെ കുട്ടിയുടെ പേരിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ ലൈഫ്? പിന്നെ ഭാവി നോക്കിയിട്ട് കാര്യമുണ്ടോ? കേസ് ലഹരിയാണ്. അപ്പോൾ നമ്മുടെ പോലീസുകാരുടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണം. പറ്റുമെങ്കിൽ ഈ സാമദ്രോഹികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് തന്നെ കൊണ്ടുപോകണം. ഇവന്മാരുടെ ലൈവ് സ്ട്രീമിങ് നമ്മുടെ നാട്ടിൽ നിരോധിക്കണം. കുട്ടികളുടെ ഭാവി തൊലയ്ക്കുന്ന, കുട്ടികളുടെ തലയിലോട്ട് മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റുന്ന ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ നാട്ടിൽ വേണ്ട. അതൊക്കെ നിരോധിക്കണം. അല്ലേ? നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മൾ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസിന് എത്ര പരാതി കിട്ടിയിട്ടുണ്ട് നമ്മളെക്കുറിച്ച്. കൂടിപ്പോയ ഏതെങ്കിലും പറമ്പിലെ മാവേലി ഇറങ്ങുന്നൊരു പരാതി, കൂട്ടുകാരുമായിട്ട് വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടപ്പേര് വിളിച്ചെന്നോ മറ്റോ ഉള്ള പരാതി, ക്ലാസ്സിൽ കൂടുതൽ ആബ്സെൻ്റ് ആകുന്നു എന്നുള്ള പരാതി, പഠിക്കുന്നില്ല എന്നുള്ള പരാതി. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ആർക്കാണ് തലവേദന ഉണ്ടാക്കിയത്? നമ്മൾ എവിടെയാണ് 10ഉം 17ഉം വയസ്സായ കുട്ടികളെ കൊണ്ടുപോയിട്ട് കൂട്ടിക്കൊടുത്തിട്ടുള്ളത്? പച്ചയ്ക്ക് ചോദിക്കുകയാണ്. സഹോദരത്തിന് സഹോദരിയെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ സഹോദരിയുടെ പോലും മാറിടത്തിൽ തെറ്റായ കണ്ണുകൊണ്ട് നോക്കുന്ന ആരാണ് ഉണ്ടായിരുന്നത്? അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ നമ്മുടെ മക്കളെ തൊപ്പി ഫാൻ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണോ? നമ്മുടെ മക്കൾക്ക് തൊപ്പി അറിയാമെന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണോ എന്ന് ചിന്തിക്കണം. അഥവാ നിങ്ങളുടെ കുട്ടിക്ക് തൊപ്പി അറിയാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വസ്ത്രമഴിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കുട്ടി ഒളിഞ്ഞു നോക്കുന്ന സമയം വിദൂരമല്ല.